മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പല രാജ്യങ്ങളും പല സാമ്പത്തിക പ്രശ്നങ്ങളെ കൊണ്ട് വളർച്ച മുരടിക്കുന്ന ഒരവസ്ഥയിൽ കാണുമ്പോൾ ഇത്തരം സാഹചര്യത്തിലാണ് ഇന്ത്യ വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് കടന്നു പോകുന്നത്. ഇതിലൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. ജർമ്മനിയുടെ ഓട്ടോമേക്കർ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് വന്നിരിക്കുന്നത്. അവരവരുടെ മേജർ വോൾക്സ് വാഗൻ എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ മേജർ ഷെയറുള്ള എംപ്ലോയീസിനെ പിരിച്ചുവിടുകയും അവിടെ സമരം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിപ്പോൾ 10% ശമ്പളം കുറയ്ക്കുന്നതിൻ്റെ ഒരു സാഹചര്യം കടന്നു വന്നിരിക്കുന്നു. ഇത്തരം എല്ലാ കാര്യങ്ങളും കൂടി ഒരു നല്ല ഒരു സിറ്റുവേഷനിലല്ല എന്ന പുറത്ത് അറിയപ്പെടുന്നത്. റെസിഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ 2008 ലാസ്റ്റ് 2009 ഉണ്ടായിരുന്നത് വീണ്ടും അവിടെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അവരുടെ 87 വർഷത്തെ ചരിത്രത്തിലായിട്ട് ആദ്യമായിട്ടാണ് അറൗണ്ട് 80,000 എംപ്ലോയീസിനെ മൊത്തത്തിൽ പറഞ്ഞുവിടുന്നുള്ള ഒരു സംവിധാനം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. കൂടാതെ നമ്മുടെ പ്രമുഖരായ BMW, പോഷ്, ഓഡി ഇത്തരം കമ്പനികളുടെ എല്ലാം എംപ്ലോയീസിനെ കട്ട് ചെയ്ത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരത് താഴോട്ട് കൺട്രോൾ സാമ്പത്തികമായിട്ടുള്ള വരുമാനമില്ല. കാരണം പണ്ടത്തെ പോലെ സെയിലുകളില്ല. സെയിലില്ലാത്തതിൻ്റെ ഒരു ഏറ്റവും മേജർ റീസൺ ആയിരിക്കുന്നത് ചൈന എന്ന് പറയുന്ന ഒരു ഭീമൻ ഇൻ്റർനാഷണൽ ലെവലിൽ അവരുടെ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ കണക്കിൽപ്പെടാതെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. സാധാരണ മറ്റുള്ളവർക്ക് തിങ്ക് ചെയ്തതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റിയും കൂട്ടി ഇറക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓഡിക്കോ അല്ലെങ്കിൽ BMWനോ മറ്റുള്ള വണ്ടികളൊക്കെ മറ്റേ ടോപ്പ് ലീഡർഷിപ്പിലുള്ള വണ്ടികൾക്കൊന്നും ബിസിനസ് കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇത്തരത്തിൽ ആളുകളെ കുറയ്ക്കുന്നതും. ഇവരുടെ മേജർ ഒരു 5% GDPയുടെ വരുമാനം തന്നെ ഓട്ടോ മേക്കിങ്ങിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ വലിയൊരു ശതമാനമാണ് ഇപ്പോൾ പ്രശ്നങ്ങളിലോട്ട് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ അത്തരത്തിലുള്ള റെസിഷൻ ഇനി വേൾഡിൽ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.